നമസ്കാരം, ഞാൻ പാർവതി. ഫാർമാവിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സയും ആരോഗ്യ സംരക്ഷണവുമാണ്. ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ പ്രഭ, സ്വസ്തി സിദ്ധ നാച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക്, കാര്യേറ്റ്. പ്രകൃതി ചികിത്സയിൽ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം ഭക്ഷണ നിയന്ത്രണമാണ്. ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ലിവർ പ്രോബ്ലം, അതിനൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ഭക്ഷണ നിയന്ത്രണവും പിന്നെ ഡിറ്റോക്സിഫിക്കേഷൻ, ശരീരത്തിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡിറ്റോക്സിഫിക്കേഷൻ. വാട്ടർ തെറാപ്പീസ് ഉണ്ട്, അതിൻ്റെ ഹൈഡ്രോതെറാപ്പി എന്നാണ് പറയുന്നത്. സ്റ്റീം തെറാപ്പി പോലുള്ള വെള്ളം വെച്ച് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ മഡ് തെറാപ്പി, മണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ യോഗ, പ്രാണായാമ, മെഡിറ്റേഷൻ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചികിത്സകൾ. ഡോക്ടർ, അതുപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ റൂട്ട് കോസ് കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്യുകയാണ് പ്രകൃതി ചികിത്സയിലൂടെ ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള ഭക്ഷണവും കൃത്യമായിട്ട് വ്യായാമം ഇല്ലാത്തതും ഓവർ സ്ട്രെസ്സും ഒക്കെ ഡയബറ്റീസിന് കാരണമാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രമേഹ രോഗികളിൽ അമിതമായി കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് കുറച്ച് പകരം മില്ലറ്റ്സ്, പടവലങ്ങ ജ്യൂസ്, അതുപോലെ ഉലുവ വെള്ളം, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് മരുന്നിൻ്റെ ഉപയോഗം ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്ന് പൂർണ്ണമായും ഭക്ഷണത്തിൽ കൂടി ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരാൾക്ക് മനസ്സിലൊരു വിശ്വാസം വേണം. പക്ഷേ ഇത് ചെയ്യുന്നൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും സ്വന്തമായിട്ടൊരു വിശ്വാസം വേണം. ഇത് ഭക്ഷണ നിയന്ത്രണത്തിൽ കൂടെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും കുറച്ച് നാൾ, മിനിമം ഒരു 3 months ഫോളോ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും വേണം. അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യോഗ, പ്രാണായാമയൊക്കെ ചെയ്യണം. പിന്നെ സ്ട്രെസ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസിന് മെഡിസിൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ BP ഉള്ള രോഗികളിൽ ഉപ്പിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. BP നല്ല കൂടിയിരിക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും ഉപ്പ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീം തെറാപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ തെറാപ്പീസ് എന്തെങ്കിലും ചെയ്യാം. മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമ, പിന്നെ ബോഡി ആൽക്കലൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാ ദിവസവും കുക്കുംബർ ജ്യൂസ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് BPക്ക് മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ അമിതവണ്ണം നിയന്ത്രിക്കാനും വേണ്ടിയിട്ടും അമിതവണ്ണമുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലർക്ക് ജന്മന കുറച്ച് വണ്ണമുള്ള നേച്ചർ ആയിരിക്കാം. പൂർണ്ണമായിട്ടും വണ്ണം ഉണ്ടെങ്കിലും ഹെൽത്തി ആണ്, നമ്മുടെ മെറ്റബോളിസം കറക്റ്റാണ്, പീരീഡ്സ് എല്ലാം റെഗുലറാണ്, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ ആ അമിതവണ്ണം കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലാതെ വരുമ്പോൾ നമ്മുടെ ഒരു ഡൈജഷൻ പ്രോബ്ലം ആവുന്നു, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നു, ആസിഡിറ്റി ഉണ്ടാവുന്നു, പീരീഡ്സ് ഇറഗുലർ ആവുന്നു, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അമിതവണ്ണത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിനും പ്രധാനമായിട്ടുള്ളൊരു കാരണം നമ്മുടെ ഒരു ഭക്ഷണ രീതി, ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്, അതും ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നത്, സമയം തെറ്റിയുള്ള ഭക്ഷണം, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, കൃത്യമായിട്ടുള്ള എക്സസൈസും ഒരു വാക്കിംഗ് പോലും ഇല്ലാതെ നമ്മളൊരു ഇരുന്നിട്ടുള്ള ജോലി തന്നെ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസം വ്യത്യാസം വരുത്താനായിട്ട്, കുറയ്ക്കാനായിട്ട് കാരണമാകും. PCOD ഉള്ള കണ്ടീഷനിലും ഈ അമിതവണ്ണം കൂടുതലായിട്ട് കാണാറുണ്ട്. അതിനൊരു പ്രധാന കാരണം, PCOD ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, ഭക്ഷണ രീതി ശരിയല്ലാത്തത് കൊണ്ടുമാണ്. PCOD ഉള്ള കണ്ടീഷനിൽ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഡയബറ്റീസ്, പ്രമേഹമുള്ളവർ ചെയ്യുന്ന പോലൊരു ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കി മാക്സിമം പച്ചക്കറികളും പഴങ്ങളും അതുപോലെ മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുക. എക്സസൈസ് മിനിമം ഒരു 30 minutes എങ്കിലും യോഗ, വാക്കിംഗ് ഒക്കെ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള അവസ്ഥ മാറ്റം വരികയും മെറ്റബോളിസം ഫാസ്റ്റ് ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് PCODനെയും അതിനെ തുടർന്നുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസും അമിതവണ്ണവും ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്നും ചെയ്യാതെ രാത്രി പട്ടിണി കിടക്കുക, കീറ്റോ ഡയറ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളവിടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നില്ല. കുറച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഇൻടേക്ക് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള വ്യായാമവും സ്ട്രെസ് നിയന്ത്രണവും ഒക്കെ വണ്ണം കുറയ്ക്കാൻ പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് ഉറക്കം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ലേറ്റായിട്ട് 1 മണിക്ക് 2 മണി വരെ മൊബൈൽ നോക്കിയിട്ട് ഉറങ്ങാണ്ടിരിക്കുക, ലേറ്റായിട്ട് എണീക്കുക, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം മാറ്റം, ഇങ്ങനെ വരുമ്പോഴും അമിതവണ്ണം നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതുമെല്ലാം ഉറക്കവും ബാലൻസ് ആയിരിക്കണം, വെള്ളം
കറക്റ്റായിട്ടൊരു ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം കൂടി ബാലൻസ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു അമിതവണ്ണത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. ഡോക്ടർ, നമുക്ക് എന്ത് ചികിത്സ ചെയ്താലും മാനസികാരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ പ്രകൃതി ചികിത്സയിൽ മാനസികാരോഗ്യത്തിന് എന്താണ് ഒരു പ്രാധാന്യമുള്ളത്? ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഒരു വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഈ സ്ട്രെസ്സും നെഗറ്റീവ് തോട്ട്സും ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡൈജഷനെയും ബാധിക്കാറുണ്ട്. ഡൈജഷൻ ശരിയായില്ലെങ്കിൽ അതിനെ തുടർന്ന് അസിഡിറ്റിയും കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു സ്ട്രെസ് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുമ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയും ബാധിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്നൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുക, അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പനി വരാൻ സാധ്യതയുണ്ട്. അന്ന് രാത്രി പനി വരാറുണ്ട്. അതും ആ കുട്ടികളിലുള്ളൊരു പേടി, സ്ട്രെസ്സൊക്കെയാണ് ആ ഒരു പനിക്ക് കാരണം. അതുപോലെ തന്നെയാണ് മുതിർന്നവരിലും. ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഓവർ സ്ട്രെസ് ഉള്ള സമയത്ത് കഴുത്തുവേദന, നടുവേദനയൊക്കെ അധികമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഉറക്കം കുറയുമ്പോൾ BP സ്വാഭാവികമായിട്ടും കൂടും. വിശപ്പില്ലായ്മ തോന്നും. അപ്പോൾ അതുമൊക്കെ നമ്മുടെ ഒരു മാനസിക അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതി ചികിത്സയിൽ നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമ ഇതൊക്കെ തന്നെയാണ്. കൃത്യമായിട്ട് യോഗ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ നട്ടെല്ല് സ്ട്രോങ് ആയിട്ടിരിക്കും. അതുപോലെ കംപ്ലീറ്റ് നമ്മുടെ എല്ലാ ജോയിൻസിനും വേണ്ടത്ര മൂവ്മെൻറ്റ്സ് കിട്ടും. സർക്കുലേഷൻ കറക്റ്റ് ആവും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് കുറയും. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം എല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവറും കൂടി ബ്രീത്തിങ് എക്സസൈസിനുണ്ട്. അതുവഴിയും നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, മെമ്മറി കൂടും. കുട്ടികളൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ടൊരു ഈ ഒരു ജീവിത രീതി, യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുവാണെങ്കിൽ അവർക്ക് പഠിക്കാനും അവരുടെ പഠിത്തത്തിലുള്ള മികവ് കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കുറച്ച് സമയം നമ്മൾ പ്രകൃതിയുമായിട്ട് ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫുൾ ടൈം റൂമിൽ ഇരിക്കാതെ, മൊബൈലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ചൊന്നൊരു വാക്കിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഗാർഡനിങ്, ഇതൊക്കെ നമുക്ക് ആ ഒരു വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യാം. ഇതൊക്കെ കുട്ടികളെയും ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ പ്രകൃതിയുമായിട്ടുള്ളൊരു സ്നേഹം കൂടുമ്പോൾ ചെരുപ്പില്ലാതെ മണ്ണിൽ നടക്കാൻ ശീലിപ്പിക്കുക. ഇതൊക്കെയും നമ്മുടെ ആ ഒരു സ്ട്രെസ് ലെവൽ കുറയാനും നമ്മുടെ ഒരു മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഒത്തിരി സ്ട്രെസ്സുള്ള സമയത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ, നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ കുറച്ച് സമയം അതിനോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലൊരു എനർജി ഉണ്ടാവും. അത് ആ ഒരു ഫ്രഷ് എനർജി നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ നിലനിർത്താനായിട്ട് സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പ്രകൃതി ചികിത്സയിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അതിനെക്കുറിച്ച് എന്താണെന്ന്? ഡയറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. ബോഡി എപ്പോഴും ആൽക്കലൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വെറും വയറ്റിലൊരു കുക്കുംബർ ജ്യൂസ് കുടിക്കുക. അതുപോലെ പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ കുക്കുംബർ ജ്യൂസിന് പകരം പടവലങ്ങ ജ്യൂസ് കുടിക്കാം. കുമ്പളങ്ങ ജ്യൂസും ബോഡി ആൽക്കലൈനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും കുമ്പളങ്ങ ജ്യൂസ് വേണ്ട. കുക്കുംബർ ജ്യൂസ് എല്ലാ ദിവസവും കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കുക്കുംബർ ജ്യൂസോ പടവലം ജ്യൂസോ കുടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് എങ്ങനെ കുടിക്കണം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാം. ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് മാർഗമൊന്നുമില്ല. കുക്കുംബർ ജ്യൂസ് വെറും വയറ്റിൽ വെള്ളം ചേർക്കാതെ അരിച്ച് വേണം കുടിക്കാൻ. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം മറ്റുള്ള എന്തെങ്കിലും ജ്യൂസ്, ഗ്രീൻ ടീ, ഇതൊക്കെ അതിനുശേഷം മാത്രം കുടിക്കണം. അതുപോലെ പടവലങ്ങ ജ്യൂസും വെള്ളം ചേർക്കാതെ അരിച്ച് വേണം കുടിക്കാൻ. അത് ഷുഗർ രോഗികൾ മാത്രമാണ് പടവലങ്ങ ജ്യൂസ് കുടിക്കേണ്ടത്. അതുപോലെ ABC ജ്യൂസ് ഉണ്ടല്ലോ, ആപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങി ആ ജ്യൂസ് കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നത് പ്രിഫർ ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റൻ ആകാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ജ്യൂസാണ്. കുടിക്കാം. ഫസ്റ്റ് വെറും വയറ്റിൽ കുടിക്കേണ്ടത് കുക്കുംബർ ജ്യൂസ് ആയിരിക്കണം. അതിനുശേഷം ഒരു 1/2 മണിക്കൂറിന് ശേഷം ABC ജ്യൂസ് കുടിക്കാം. കാരണം വെറും വയറ്റ് കുടിക്കുമ്പോൾ ആപ്പിളും ബീട്രൂട്ടും കുറച്ച് അസിഡിക്കാണ്. അപ്പോൾ വെറും വയറ്റിൽ അസിഡിക് ആയിട്ടുള്ള ഒരു ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ഒരു ഡൈജഷന് നല്ലതല്ലാത്തത് കൊണ്ട് അതിന് ശേഷം കുടിക്കാം. റെഗുലറായിട്ട് കുടിക്കണ്ട, കുറച്ച് നാൾ കുടിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുക, പിന്നെയും കുടിക്കാം. പക്ഷേ കുക്കുംബർ ജ്യൂസ് ലൈഫ് ലോങ് നമുക്ക് എല്ലാ ദിവസവും ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ജ്യൂസാണ്. അതുപോലെ മലബന്ധം മാറ്റാനായിട്ട് പേരയ്ക്ക, മുരിങ്ങയില, ഉലുവ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ലിവറിൻ്റെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ലിവറിൻ്റെ ആരോഗ്യത്തിനായിട്ട് ശീലാന്തി അല്ലെങ്കിൽ പൂവരശിൻ്റെ ഇല ഇട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ പച്ചക്കറികളും പഴങ്ങളും മുളപ്പിച്ച ധാന്യവും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നന്നായിട്ട് വെള്ളം കുടിക്കണം, അതും ശുദ്ധമായ ജലം, സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല. എപ്പോഴും സീസണൽ ഫ്രൂട്ട്സ്
മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്താണോ നമ്മൾക്ക് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അത് തന്നെയായിരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും, അത് മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അതുപോലെ അടുത്തതായിട്ട് സൺലൈറ്റ്, കുറച്ച് നേരമെങ്കിലും ഒന്ന് വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക. അതുവഴി നമ്മുടെ വിറ്റമിൻ ഡി ഇൻക്രീസ് ചെയ്യാനും കാൽഷ്യം അബ്സോർപ്ഷൻ കൂടാനും നമ്മുടെ ബോൺ ഹെൽത്ത് നന്നായിട്ടിരിക്കാനും ഒക്കെ ആ ഒരു കുറച്ച് സമയത്ത് ഒരു വെയിൽ കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒന്ന് റെഗുലറായിട്ട് യോഗ, പ്രാണായാമ, മെഡിറ്റേഷനൊക്കെ ചെയ്യുക. അതായത് നമുക്ക് വേണ്ടത്ര മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഈ കഴുത്തുവേദനയും നടുവേദനയും മുട്ടുവേദനയും ഒന്നും ഇല്ലായിരിക്കും. പിന്നെ സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇടയ്ക്കെങ്കിലും ബോഡി ഒന്ന് ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുന്നത് ഒരു നാച്ചുറൽ ഡിറ്റോക്സിഫിക്കേഷനാണ്. അതല്ലാതെ ഡിറ്റോക്സിഫിക്കേഷൻ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് നമുക്ക് ബോഡി ഡിറ്റോക്സ് ചെയ്യാൻ സാധിക്കും. മാസത്തിൽ ഒന്നെങ്കിലും ഒരു സ്റ്റീം ചെയ്യുന്നത്, ഫുള്ളൊന്ന് വിയർപ്പിക്കുന്നത് ശരീരത്തിലുള്ള ടോക്സിൻസ്, നമ്മുടെ സ്കിന്നിലുള്ള ടോക്സിൻസ് പോകാനായിട്ട് നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിമം 6 to 7 hours ഉറങ്ങാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. മൊബൈൽ, ലാപ്ടോപ്പ്, TV ഇതിൻ്റെയൊക്കെ യൂസ് കുറയ്ക്കുക. കണ്ണിനും ബ്രെയിനും വേണ്ടത്ര റെസ്റ്റ് കൊടുക്കുക. ഡോക്ടർ, അപ്പോൾ പ്രകൃതി ചികിത്സയും മോഡേൺ മെഡിസിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താവും? മരുന്നുകളെ ആശ്രയിക്കാതെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുകയാണ് പ്രകൃതി ചികിത്സയിൽ ചെയ്യുന്നത്. കൃത്യമായ ഭക്ഷണ രീതിയും ചിട്ടയായ ജീവിത രീതിയും ഫോളോ ചെയ്യുന്ന ഒരാൾക്കും ഒരു ഡോക്ടറെ ആശ്രയിക്കേണ്ടി വരില്ല. എന്നാൽ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുമ്പോൾ, ഭക്ഷണ രീതിയിൽ മാറ്റം വരുമ്പോഴാണ് നമുക്ക് രോഗാവസ്ഥയിലേക്ക് കടക്കുന്നത്. ഒരു രോഗാവസ്ഥ വന്നതിന് ശേഷവും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും ഒന്നും മാറ്റം വരുത്താതെ അതേ രീതി ഫോളോ ചെയ്യുമ്പോൾ രോഗം ഗുരുതരമാവുകയും പിന്നീട് നമുക്കൊരു ആധുനിക വൈദ്യശാസ്ത്രത്തിനെ ആശ്രയിക്കേണ്ടിയും വരാറുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ പൊതുജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ആരോഗ്യം നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക, ശരിയായ ഭക്ഷണം, ശരിയായ ജീവിത രീതി, ശരിയായ മാനസികാവസ്ഥ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നിനേക്കാൾ ശക്തമായ ചികിത്സ നേടാൻ സാധിക്കും. അപ്പോൾ പ്രകൃതി ചികിത്സ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളും നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടറോട് നന്ദി പറയുകയാണ്. നമസ്കാരം. നമസ്കാരം.